ഒരുപാട് ആളുകളുടെ ഇന്ന് സമൂഹത്തിൽ വലിയൊരു പ്രശ്നമാണ്. സമൂഹത്തിൽ ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു തരം ബുദ്ധിമുട്ടാണ് ഓവർ വെയ്റ്റ്, തടി കൂടിയ പൊണ്ണത്തടി എന്ന് പറയുന്നൊരു കാരണം അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പലതാണ്. അപ്പോൾ അതിനുള്ള നല്ലൊരു സൊല്യൂഷൻ, നല്ലൊരു പരിഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പല ആളുകളും തടി കുറക്കാൻ വേണ്ടി നോക്കുന്നത് സ്വാഭാവികമായും ചെയ്യുന്നത് നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കി, അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ടാണ്. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പലരും ചെയ്തെന്നുള്ളതാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങൾക്കും നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫാറ്റിനെ കുറച്ചുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു അടിപൊളി റിസൾട്ടുകൾ കിട്ടിയിട്ടുള്ള കുറച്ച് അതിൻ്റെ പിക്ചേഴ്സുകളും അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് എനിക്ക് 100% ഉറപ്പ് പറയാൻ കഴിയും, നിങ്ങളുടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ പൊണ്ണത്തടി എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പരിഹാരമാവാൻ, നല്ലൊരു ബെസ്റ്റ് പരിഹാരമാവാൻ സാധിക്കുന്ന നല്ല സൊല്യൂഷനാണ് നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, സേഫ് സിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്ട്സ്. അപ്പോൾ അതാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ സാധ്യമാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. പലപ്പോഴും നമ്മൾ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഡയറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വീണ്ടും വരികയാണ്. അപ്പൊ നമുക്ക് ഡയറ്റ് ചെയ്യുന്നത് കാരണം പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി, അതുപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് നമുക്ക് ക്ഷീണം വരുന്നുണ്ട്, വീക്ക്നെസ് വരുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് പല ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഡിസീസസിനും ഇത് കാരണമാക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒരു വെയിറ്റ് കുറക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുകയും ആവശ്യമുള്ള പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒരു നല്ല കൊഴുപ്പും നല്ല ഫാറ്റ് എല്ലാം നമുക്ക് കൊടുക്കണം. ഈ രീതിയിലുള്ള ഒരു ഐഡിയൽ വെയിറ്റ് മാനേജ്മെന്റ് ആണ് വേണ്ടത്. നമുക്ക് ഒരാളുടെ വെയിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ബോൺ മാസ്, അതേപോലെ മസിൽ മാസ്, അതേപോലെ ഫാറ്റ്, ഇതിന്റെ ഇതാണ്. അപ്പൊ ഇതിൽ ശരിക്കും നമുക്ക് ബോൺ മാസും ഫാറ്റും, ബോൺ മാസ് നമുക്ക് കുറക്കണ്ട, അതേപോലെ നമുക്ക് നമ്മുടെ മസിൽ മാസും കുറക്കണ്ട. ഇവിടെ ഫാറ്റാണ് ശരിക്കും നമുക്ക് കുറക്കേണ്ടത്. ഫാറ്റ് 2 തരത്തിലുണ്ട്. സബ്കുട്ടാനിയസ് ഫാറ്റ്, സ്കിന്നിന്റെ അടിയിലുള്ള ഫാറ്റും, അതേപോലെ വിസറൽ ഫാറ്റ്, നമ്മുടെ അവയവങ്ങളെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കൊഴുപ്പ്. ഇത് ഭയങ്കര ടോക്സിക് ആണ്. ഇതാണ് നമുക്ക് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമുക്ക് എങ്ങനെ അറിയാം എന്നുള്ളതാണ്. ഒരാളുടെ ബോഡി മാസ് ഇൻഡെക്സ് ചെക്ക് ചെയ്ത് നമുക്ക് എത്രമാത്രം നമ്മൾ ഓവർ വെയിറ്റ് ആണെന്ന് മനസ്സിലാവും. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ഹൈറ്റും വെയിറ്റും അനുപാദ്യം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് 18 മുതൽ 23 വരെ ആണെങ്കിൽ നമ്മൾ നോർമൽ ആയിരിക്കും. അതേപോലെ 23ന്റെ മുകളിലാണെങ്കിൽ 25 വരെ നമ്മൾ ഓവർ വെയിറ്റ് ആണ്. 25ന്റെ മുകളിലാണെങ്കിൽ ശരിക്കും അമിതഭാരം, ഒബീസിറ്റി എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ ഒരു ഓവർ വെയിറ്റ് എങ്ങനെ നമുക്ക് ഐഡിയൽ വെയിറ്റിലേക്ക് കൊണ്ടുവരാം? നമ്മുടെ ഹൈറ്റിനെ സ്ക്വയർ ചെയ്തിട്ട് ×23, 23 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ശരിക്കും നമ്മുടെ ഐഡിയൽ വെയിറ്റ് മനസ്സിലാവും. അപ്പൊ നിലവിലുള്ള വെയിറ്റ് നമുക്ക് എത്ര നമ്മുടെ ഐഡിയൽ വെയിറ്റ് എന്ന് വെച്ചാൽ അതാണ് നമുക്ക് എത്രയും വെയിറ്റ് ആണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു പ്രോപ്പർ എക്സസൈസ് നമുക്ക് അത്യാവശ്യമാണ് ഡെയിലി. അതോടൊപ്പം തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൊടുത്തുകൊണ്ട് ഒരു സയന്റിഫിക് ആയിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും നമുക്ക് ഒരു ഫിറ്റ് ആയിട്ടുള്ള ബോഡി നമുക്ക് കിട്ടും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് പരിചയപ്പെടുന്നു ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ്. ഇതിൽ നമുക്ക് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഒരു ഫാറ്റ് ബേണിംഗ് ക്യാപ്സൂൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഒരു മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് ഉണ്ട്, അതുപോലെ ഒരു പ്രീമിക്സ് ഡ്രിങ്ക് ഉണ്ട്. ഇത് 3 ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ശരിക്കും ഫാറ്റ് ബേണിംഗ് ക്യാപ്സൂൾ എന്ന് പറയുന്ന സമയത്ത് ഇത് എല്ലാം നാച്ചുറൽ ആണ്. ഇത് രാവിലെ നമുക്ക് വെറും വയറ്റിൽ ഒന്ന് കഴിക്കാം. അതിൽ അടങ്ങിയിരിക്കുന്നത് കൊടംപുളി, അതേപോലെ ഗ്രീൻ ടീ, ഗ്രീൻ കോഫി, അതേപോലെ കടുക്ക, ഇതേപോലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ക്യാപ്സൂൾ രാവിലെ വെറും വയറ്റിൽ ഒന്ന് കഴിക്കുന്നു. അതിനുശേഷം അരമണിക്കൂർ ശേഷം നമ്മൾ എക്സസൈസ് ചെയ്യാം. അരമണിക്കൂർ ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലെ, അതിന് പകരം നമുക്ക് ഈ ഒരു ന്യൂട്രീഷൻ ഷേക്ക് നമുക്ക് ഒരു 8 ഫ്ലേവറിൽ നമുക്ക് അവൈലബിൾ ആണ്. ചോക്ലേറ്റ്, മാംഗോ, അതേപോലെ കുൽഫി ഉണ്ട്, അതേപോലെ ബനാന മിൽക്ക് ഉണ്ട്. ഇങ്ങനെ ഏത് ഫ്ലേവറാണ് നമുക്ക് എടുക്കാം. ഇത് ഒരു സ്കൂപ്പ് നമ്മളൊരു സ്കിംഡ് മിൽക്കിൽ, നെയ്യ് കളഞ്ഞ പാലിൽ നമുക്ക് ഒരു നേരത്തെ ഫുഡിന് പകരം കഴിക്കാം. അത് നമ്മുടെ ക്രേവിങ്സിനെ കുറക്കുന്നുണ്ട്, അതേപോലെ വിശപ്പ് കുറക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രീഷൻസും ആ ഒരു ഷേക്കിലുണ്ട്. അതിൽ പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പ്രീബയോട്ടിക് ഉണ്ട്, പ്രോബയോട്ടിക് ഉണ്ട്, അതോടൊപ്പം ഫൈബർ ഉണ്ട്, എൻസൈം ഉണ്ട്. ഒരു ടോട്ടലി കംപ്ലീറ്റ് ഫുഡാണ്. അപ്പൊ ശരിക്കും അതിനുശേഷം നമ്മളൊരു 10-12
മണിയാകുമ്പോൾ വീണ്ടും നമുക്ക് വിശപ്പ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രീമിക്സിന്റെ ടീ കുടിക്കുന്നു. ഈ ടീ ഒരു 100 ml ചുടുവെള്ളത്തിൽ നമുക്കൊരു സാഷ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് നമുക്കൊരു ഡ്രിങ്ക് ആയിട്ട് കുടിക്കാം. ആ ഡ്രിങ്കിൽ അതിലടങ്ങിയിരിക്കുന്നതും കൊടംപുളി, ഗ്രീൻ ടീ, ഗ്രീൻ കോഫി, പെപ്പർ, കുരുമുളകിന്റെ എക്സ്ട്രാക്ട്, അതേപോലെ ഇഞ്ചിയുടെ എക്സ്ട്രാക്ട്, ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കടുക്ക, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം നമുക്ക് പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, നമ്മുടെ പകുതി റൈസ് എടുത്തിട്ട് ഒരു ന്യൂട്രീഷ്യൽ ഡയറ്റ് നമ്മൾ കഴിക്കുന്നു. പിന്നെ നമുക്ക് ഈവനിങ് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ പ്രീമിക്സിന്റെ ടീ നമുക്കൊരു 4 മണിയൊക്കെ ആകുമ്പോൾ കുടിക്കാം. പിന്നെ രാത്രി അതേപോലെ തന്നെ ഡിന്നർ പകരം 7 മണിയാവുന്ന സമയത്ത് നമുക്കൊരു ഷേക്ക് കഴിക്കുന്നു. അങ്ങനെ നമുക്കൊരു നല്ലൊരു ന്യൂട്രീഷ്യൽ ഫുഡോട് കൂടിയിട്ട് ഒരു ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് 2-3 മാസം കൊണ്ട് എത്താൻ സാധിക്കും. ഇങ്ങനെ കിട്ടിയ ഒരുപാട് റിസൾട്ടുകൾ നമുക്കുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും റിസൾട്ടുകൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.